ഇത് വിദ്യാർത്ഥികളുടെ അവകാശത്തെ വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന അവകാശങ്ങൾക്ക് അവർക്ക് നല്ലത് വരുന്ന ഒരു ശൈലിയെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ആദ്യം നടപ്പിലാക്കാതിരിക്കും, പിന്നീട് നടപ്പിലാക്കാമെന്ന് പറഞ്ഞ് കേന്ദ്ര സംവിധാനത്തിന് കത്തെഴുതിയത് ഇവിടുത്തെ ആളുകൾ തന്നെയാണ്. ആ കത്തെഴുതിയാൽ വിഡ്ഢികളും പൊട്ടന്മാരൊന്നുമല്ലല്ലോ. ആ കൃത്യമായിട്ട് ആലോചിച്ച് തന്നെ ചെയ്തതാണ്. പിന്നെ CPI അതിനെ എതിർത്തു. CPI എതിർത്ത സമയത്ത് പിണറായി വിജയനും സംഘവും ഭയന്നതിൻ്റെ അടിസ്ഥാനത്തിൽ NEP 2020 അത് നടപ്പിലാക്കുന്നതിൽ ഭയമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് PM ശ്രീ. അപ്പോൾ അതുകൊണ്ട് പൈലറ്റ് പ്രൊജക്റ്റ് എന്ന രീതിയിൽ PM ശ്രീയെ നടപ്പിലാക്കുന്നതിൽ ഞങ്ങൾ മരവിപ്പിക്കും. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഇവരും മരവിപ്പിക്കുന്നു. എന്തപ്പോൾ അവർ പറയുന്നത്? ഇത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിനെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ കാണിക്കുന്ന ഒരു രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമാണെന്ന്. അല്ലെങ്കിൽ CPI എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടി വിറപ്പിച്ച് കഴിഞ്ഞാൽ CPM വിറയ്ക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നോക്കൂ, ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ഇതിനകത്തെ രാഷ്ട്രീയം എന്താണ് നീലിമ? ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് അവർക്ക് മുഖ്യ അജണ്ട. അവിടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ നല്ല സൗകര്യം ഇല്ലെങ്കിൽ അവർക്ക് ഒരു വിഷയവുമില്ല. അവർക്ക് നല്ല ബാത്റൂം ഇല്ലെങ്കിൽ അവർക്ക് പ്രശ്നമല്ല, നല്ല വിദ്യാഭ്യാസ സാഹചര്യം ഇല്ലെങ്കിൽ അവർക്ക് പ്രശ്നമല്ല, നല്ല അധ്യാപക പരിശീലനം കിട്ടിയില്ലെങ്കിൽ അവർക്ക് പ്രശ്നമല്ല, അവരുടെ കൃത്യമായിട്ടുള്ള സ്കൂളിൻ്റെ സ്മാർട്ട് ക്ലാസ് ഇല്ലെങ്കിൽ ഇവർക്ക് പ്രശ്നമല്ല, ഡിജിറ്റൽ സംവിധാനം ഇല്ലെങ്കിൽ ഇവർക്ക് പ്രശ്നമല്ല. ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഉച്ചാഹാരം കഞ്ഞി കൊടുത്തില്ലെങ്കിൽ പോലും ഒരു പ്രയാസവും പ്രശ്നവും ഇല്ലാത്തൊരാൾ. ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം 50 പൈസയുടെ പേപ്പറിൽ എന്നും വൈകുന്നേരം 2 രൂപയുടെ പേനയിൽ ഇരുന്നിട്ട് 2 ബിരിയാണി കൊടുക്കൂ ഒരാഴ്ചയിൽ, മറ്റേ ആഴ്ചയിൽ 4 പഴം കൊടുക്കൂ, വേറെ ആഴ്ചയിൽ 2 ഗ്ലാസ് പാലും 4 മുട്ടയും കൊടുക്കൂ. ഇങ്ങനെ എഴുതി വിടുകയുള്ളൂ. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അത് നടക്കാറുമില്ല, നടക്കാൻ പോകുന്നുമില്ല. കാരണം അതിനകത്ത് ഒരു പൈസയില്ല. അപ്പോൾ ഇതൊന്നും കുട്ടികൾക്ക് വിദ്യാഭ്യാസ സാഹചര്യങ്ങളെ മാറ്റിക്കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ PM ശ്രീയിൽ ബന്ധപ്പെട്ട സ്കൂളുകൾ മാത്രമല്ല എല്ലാ സ്കൂളുകളും റീസ്ട്രക്ചർ ചെയ്യേണ്ടി വരും.